ഹലോ ഗൈസ്, ഇതൊരു ശനിയാഴ്ച രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇന്നിപ്പോൾ ആ സാറ്റർഡേ ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത സാറ്റർഡേ ആവാറായി. അപ്പോഴാണ് ഇതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്യാനായിട്ടൊരു സമയം കിട്ടിയത്. അപ്പോൾ എന്താണ് വിശേഷം? സാറ്റർഡേ ആയതുകൊണ്ട് കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്താൻ നമുക്ക് സമയം കിട്ടുന്നൊരു ദിവസമാണല്ലോ. അപ്പോൾ ഞാനിന്ന് മുട്ടക്കറി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ എപ്പോഴും ചെയ്യുന്നത് സാധാരണ ഉള്ളി തക്കാളിയൊക്കെ വഴറ്റിയിട്ടുള്ള നമ്മുടെ നാടൻ മുട്ടക്കറിയാണ്. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടവും. പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് ഓരോ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേനും തോന്നുമല്ലോ ജസ്റ്റ് ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം അങ്ങനെ ഇന്ന് അങ്ങനത്തെ ഒരു മുട്ടക്കറി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റായ അപ്പവും മുട്ടക്കറി ഉണ്ടാക്കാൻ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവിൽ ഞാൻ കുറച്ച് മിൽമപ്പാൽ ഒഴിക്കുവാണ് കേട്ടോ. തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ സമയവും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഞാനെപ്പോഴും പശുവും പാൽ തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അങ്ങനെ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്യാറില്ല. നല്ല ടേസ്റ്റാണ് പാല് ചേർത്തിട്ടുള്ള അപ്പത്തിന്. അപ്പോൾ ഇനി നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം. മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് ആദ്യം തക്കാളി എടുക്കുവാണ്. ഇതിപ്പോൾ ഈ മുട്ടക്കറി എന്ന് പറഞ്ഞാൽ സവോള വേണ്ട, 2 3 നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതനുസരിച്ചിട്ടുള്ള തക്കാളിയാണ് എടുക്കുന്നത്. തക്കാളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു പച്ചമുളകും കുറച്ച് മല്ലിയിലയും, പിന്നെ ഒരു പിടി കാഷ്യൂ നട്ട്സ് നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതും കൂടെ ചേർക്കണം. പിന്നെ ഒരു അല്പം ജീരകം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ ആവശ്യത്തിന് എണ്ണ അങ്ങോട്ട് പാനിലോട്ട് ഒഴിച്ച് അത് ചൂടാകുമ്പോൾ കുറച്ച് സ്പൈസസ് നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. കുറച്ച് കുരുമുളക്, പട്ട, ഗ്രാമ്പൂ, അങ്ങനത്തെ എന്തെങ്കിലും വീട്ടിൽ ഉള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പം ഞാനിപ്പം ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ അപ്പോഴേ ഇതങ്ങ് അടച്ചു വെക്കും. കാരണം അല്ലെങ്കിൽ ഇവിടെ എല്ലാം തെറിച്ച് എൻ്റെ കൈയൊക്കെ പൊള്ളും. അതെല്ലാം നമ്മൾ ചതച്ചിടുവാണെങ്കിൽ ഇങ്ങനത്തെ പൊട്ടലും ചീറ്റലും ഒന്നും ഇല്ല. ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റ് പേസ്റ്റ് ചേർത്തത് കൊണ്ടാണ്. പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ ഒരു അരപ്പും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കണം. ഇനി അതിലേക്ക് ഇടാനുള്ള മസാലപ്പൊടികൾ, അത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ചൂടാക്കിയിട്ട് ഇടാം. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറും. ഇനി നമ്മുടെ മസാലകളും അരപ്പും കൂടെ ഒക്കെ നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് ഉപ്പൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക. അതിനുശേഷം അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി റെഡിയാണ്. പിന്നെ അതിനകത്തേക്ക് നമ്മുടെ മുട്ടയും കൂടെ ചേർത്ത് കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ മണ്ടയ്ക്കൂടെ ഇട്ടാൽ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് മുട്ടക്കറി റെഡിയാണ്. ഇത് നമ്മുടെ കേരള സ്റ്റൈലേ അല്ല, ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പം ആ ഒരു ഫ്ലേവർ ഇടയ്ക്ക് വേണം എന്നല്ലെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇവിടെ ഇത് ചെയ്തിട്ട് കിച്ചൂസിന് വലിയൊരു താല്പര്യം തോന്നിയില്ല. അവൾക്ക് സാധാരണ നമ്മുടെ സവാളയും തക്കാളിയും കൂടെ ഒക്കെ ഇട്ട് വഴറ്റിയിട്ട് ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചെയ്യുന്ന ആ ഒരു മുട്ടക്കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു വെറൈറ്റി, നമുക്കിങ്ങനെ കുറേ വീഡിയോസൊക്കെ കാണുമ്പോൾ തോന്നൂല ഇതൊന്ന് പരീക്ഷിക്കണം, ഇതൊന്ന് ചെയ്തു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ വെച്ചൊരു കറിയാണ് ഇത്. പക്ഷെ എനിക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിച്ചതിനേക്കാളും ചപ്പാത്തിയുടെ കൂടെ ഡിന്നറിന് കഴിച്ചപ്പോഴാണ് ഈ ഒരു കറി എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ ഇനി ഉച്ചക്കത്തേക്കുള്ള തയ്യാറെടുപ്പാണ്. ഇതും ഞാനൊരു വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിരുന്നതാട്ടോ. ഇപ്പോൾ ഈ ഭർത്ത എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിഷ് കുറച്ച് വൈറലാണല്ലോ, പണ്ടേ ഉള്ളതാണ്. ഞാൻ ഈ അടുത്തിടയ്ക്കാണ് അതിങ്ങനെ കണ്ടത്. അപ്പം അതിൻ്റെ ചിക്കൻ, പിന്നെ വെജിറ്റബിൾ, പിന്നെ ഈ ഉള്ളി വെച്ചിട്ടുള്ളത്, അങ്ങനെ കുറേ വെറൈറ്റി ഓഫ് ഭർത്ത വീഡിയോസ് ഞാൻ കണ്ടു. അപ്പം അതിൽ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വഴുതനങ്ങ കൊണ്ടിട്ടുള്ള ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ട വീഡിയോസിലൊക്കെ വഴുതനങ്ങ ഇങ്ങനെ അതുപോലെ ഫ്രൈ ചെയ്തിട്ടാണ് അവർ ആ കറി ഉണ്ടാക്കുന്നത്. പക്ഷേ നമുക്ക് വഴുതനങ്ങയിൽ അത്ര വിശ്വാസം പോരാ, കാരണം മിക്കപ്പോഴും അതിനകത്ത് കേടുണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നിങ്ങനെ
കട്ട് ചെയ്താണ് എടുത്തത്. അപ്പോൾ അതിനകത്ത് നല്ല രീതിയിൽ കേടുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ മാറ്റിയിട്ട് ബാക്കിയുള്ള സാധനങ്ങളാണ് എടുത്തത്. അപ്പോൾ നമുക്കതൊരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് അതിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, എന്നാലും ജസ്റ്റ് അപ്പുറം ഇപ്പുറം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി അതേ എണ്ണയിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള തക്കാളിയും ബാക്കി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് തക്കാളിയുടെ പുറത്ത് അതിൻ്റെ സ്കിന്നൊന്ന് ഇളക്കി കളഞ്ഞിട്ട് വേണം ഇത് ഇത്രയും കൂടെ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ആ പാനിൽ തന്നെ എണ്ണ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചിട്ട് കുറച്ച് സവാളയും കറിവേപ്പിലയും കൂടെ ഒന്ന് വഴറ്റുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു പച്ചമണമൊക്കെ പോകുന്നവരെ ഒന്ന് ജസ്റ്റ് തീ കുറച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ തക്കാളിയും വഴുതനങ്ങയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അത് നമ്മളിപ്പം വഴറ്റിയ സവോളയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മുടെ ആ മിക്സി ജാറൊന്ന് കുറച്ച് വെള്ളത്തിൽ കഴുകി അതുകൂടെ ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് അതിനെ വേവിക്കണം. അപ്പോൾ അതെ, ഈ കാണുന്നതാണ് നമ്മുടെ ബ്രിഞ്ചോൾ അല്ലെങ്കിൽ വഴുതനങ്ങ ഭർത്ത എന്ന് പറയുന്നൊരു ഡിഷ്. അപ്പോൾ വഴുതനങ്ങ അധികം ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്ത് കഴിക്കാം കേട്ടോ. എനിക്ക് ഇതിപ്പോൾ ഇങ്ങനെ കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പൊതുവേ അങ്ങനെ ബ്രിഞ്ചോൾ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ ചെയ്ത് ഫ്രൈ ചെയ്ത് കഴിക്കും, അതല്ലാണ്ട് എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തൊരു സാധനമാണ്. പക്ഷേ ഇത് നല്ല ടേസ്റ്റായിരുന്നു. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കഴിക്കാനായിട്ട്. അപ്പോൾ പരീക്ഷിച്ച് നോക്കാം. ഈ രണ്ട് ഡിഷും ഇഷ്ടപ്പെട്ടവർക്ക് വീട്ടിൽ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. വീക്കെൻഡ്സ് ഒക്കെ വരുമ്പോഴാണല്ലോ നമുക്ക് അതിനൊരു ടൈമൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടം കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരയ്ക്കും ബൈ ബൈ, ടേക്ക് കെയർ.